ഈ ലോറി കണ്ടില്ല, നമ്മൾ ഛത്തീസ്ഗഡിലേക്ക് പോകുന്ന റൂട്ടിൽ മറിഞ്ഞതാണ്. അവിടെയുള്ള ചെക്കനാണ് കേട്ടോ ഡ്രൈവർ. പുളിയാണ് നമ്മൾ നാട്ടിലേക്ക് വാങ്ങണ എങ്ങനെ പുളികളൊക്കെ അതെ ഇതുപോലെ ആട്ടെ വരുന്നത്. വരുന്ന സമയത്ത് ഇതേ ഇതുപോലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. ഇന്ത്യയുടെ നയാഗ്ര വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നതല്ലേ. പൊന്നെ ഇവരൊക്കെ ഉണ്ടോ, ഒക്കെ തോക്കുമായിട്ട് ഫുൾ ഹെൽമെറ്റ് ഒക്കെ ആയിട്ടാണല്ലോ മോനെ പോണ്. ഈ വെടിയാട്ടിട്ടോ ഇങ്ങനെ ഫുൾ ബറ്റാലിയൻ പോകുന്നുണ്ട്. 3 പേര് തോക്കൊക്കെ പിടിച്ച് നേരെ ഇങ്ങോട്ട് വന്നു. വണ്ടി ഞാൻ ഡിക്കി ഇറക്കാൻ പറഞ്ഞു. അയാൾ ഡിക്കി ഇറന്നു ഉള്ളി ചെറിയുള്ളിന്റെ കവർ കണ്ടില്ല ഇത് എന്താണ്. അതുപോലെ നല്ലോണം നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങള് ബാക്കിലെ സാധനങ്ങളൊക്കെ കണ്ട് അവർ ഞെട്ടിപ്പോയി. രാവിലെ തന്നെ ചിക്കൻ കറിയും ബ്രെഡും. ഇതുപോലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പുറത്ത് വാളിൽ നമ്മൾ ചെയ്യുന്ന ഡിസൈനുകളൊക്കെ അല്ലേ കാണാറുള്ളൂ. ഇത് ഡിസൈനുകളൊന്നും അല്ല, ഇതുപോലുള്ള കടുപ്പ കല്ലുകൾ വെച്ചിട്ട് നിർമ്മിച്ചുണ്ടാക്കുന്ന കേട്ടോ. ഒരു ശിവലിംഗം വരുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ യാത്ര നേരെ തെലുങ്കാന വിട്ട് ഛത്തീസ്ഗഡിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ഛത്തീസ്ഗഡിൽ കയറിയിട്ട് ഒരു 10-20 കിലോമീറ്റർ ആയിട്ടുണ്ടാവും. ഇന്നലെ നൈറ്റ് ഒരു 3:30 മണിക്കൊക്കെ ഞങ്ങൾ ഈ ഒരു ലൊക്കേഷനിൽ ഈ സ്ഥലത്തിൻ്റെ പേര് ദേപ്പുല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇവിടെ ആൾട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നൈറ്റ് വന്ന സമയത്ത് കുറച്ച് നല്ല പേടിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഫുള്ള് കാടും ഇരുടും ഓവർ വെളിച്ചോ കാര്യമൊന്നും ഇല്ലാത്തൊരു പ്രദേശം കേട്ടോ. അപ്പോൾ ഇത് പ്ലെയിനായിട്ട് നമ്മൾ അടിച്ച് മിന്നിച്ച് വന്നു. ഇതുപോലെ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ നേരെ സൈഡാക്കി ആൾട്ടാക്കി. ഇപ്പോൾ രാവിലാണ് നോക്കണ സമയത്ത് രാവിലെ രണ്ട് സൈഡിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. ഇവിടെയൊക്കെ നിന്ന് ഇവരോടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് പോവല്ലേ നാളെ തെറിക്കാം. ഇനി ഏതായാലും 3-3:30 മണിക്കാണ് ഞങ്ങളിവിടെ ആൾട്ട് ചെയ്യുന്നത്. കാരണം ഈ റോഡിൽ മറ്റെവിടെയും വണ്ടി വെക്കാനൊരു ഗ്യാപ്പ് അങ്ങനെ ഇന്നലെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരാളിവിടെ ബെഡ് കിടക്കുന്നുണ്ട്, അങ്ങനെ ഇവിടെ നിർത്തി. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ വണ്ടിക്ക് ചുറ്റും ആൾക്കാർ നോക്കുമ്പോൾ ഞങ്ങൾ എണീക്കുന്നതിന് മുമ്പ് ഇവർ എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:45 കേട്ടോ. ഒരു ഗ്രാമപ്രദേശത്താണ്. ഇവരൊക്കെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നതാ ഇങ്ങനത്തെ ചെറിയൊരു മരക്കൊള്ളി കൊണ്ടാണ്. അപ്പം പിന്നെ ഇവർ രാവിലെ തന്നെ എന്താ അത്ഭുതം വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ഇന്ത്യനാണ്, കുറച്ച് തെലുങ്കും ഉണ്ട് അല്ലേ. അപ്പോൾ ഓവറായിട്ടും ഹിന്ദിയാണ് ഇവർ സംസാരിക്കുന്നത്. നമ്മൾ ഏകദേശം ബോർഡറും കൂടി കയറിയിട്ട് 20-30 കിലോമീറ്റർ ഒറ്റ ആയിട്ടുള്ളൂ അല്ലേ, അത്ര കിലോമീറ്ററും കൂടി കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഫുള്ളായിട്ട് ഗ്രാമപ്രദേശങ്ങളാണ്, ചെറിയ ചെറിയ വീടുകൾ. അപ്പോൾ അവിടെയൊക്കെ കാണുന്നുണ്ടോ ചെറിയ ചെറിയ വീടുകൾ. അപ്പോൾ ഇവരുടെ കിടത്തവും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ പുറത്തായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ വണ്ടി നിർത്തിയ സമയത്ത് തന്നെ ഇവരാരും എണീറ്റിട്ടില്ലായിരുന്നു. പക്ഷേ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പേടകം മുന്നിൽ കിടക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി പുറത്ത് വന്ന് നോക്കുക. പിന്നെ ആട്, പശു ഇങ്ങനെ ഇതൊക്കെ വില തന്നെയാണ്. പിന്നെ ഇവരുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നേരെ ഈ കാണുന്ന മലകളാണ് കേട്ടോ. അത് ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല, കുട്ടികളെന്നോ പ്രായക്കാരൊന്നുമില്ല, എല്ലാവരും ഈ ഒരു പറമ്പിലേക്ക് രാവിലെ തന്നെ പോവാം. അപ്പോൾ നമ്മളെ വണ്ടി പച്ചക്കുതിര ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അച്ചായ വാ ഞാൻ ക്യാ സന്തോഷ് संदीप संतोष कितना संतोष 2 संतोष महेश अरे वाह सीनू लक्ष्मण ओ पूरा आदमी का घर इधर से ओ इधर से किधर है ഓ ഇതറേ രാവിലെ തന്നെ 6 മണിയാകുമ്പോൾ എല്ലാവരും ഇവിടെ ഒത്തു കുടിക്കുന്നത്. അവിടെ കുറച്ച് മക്കൾസ് ഉണ്ട്, അപ്പോൾ വലിയവരുണ്ട്. ഇത് ചെറിയൊരു കടയാണ് കേട്ടോ. മക്കൾസൊക്കെ രാവിലെ മാങ്ങയൊക്കെ തിന്നുന്നുണ്ട്. അതിൻ്റെ മുകളിൽ മൊത്തം മാങ്ങയാണ് കേട്ടോ. മാങ്ങ എറിയ തള്ളിയിടുക തിന്നുക മാത്രമേ തന്നെ. അപ്പോൾ അടിപൊളി തന്നെയാണ്. നമ്മൾ തിരക്കല്ലോ, നല്ല പോവല്ലേ. ഓക്കെ ബൈ ജാൻ ബൈ. അപ്പോൾ ഉഷാർ തന്നെ കേട്ടോ. നമ്മളെങ്ങനെയാണോ ഓരോരുത്തരുടെ ഓരോ നാട്ടിൽ പോയിട്ട് പെരുമാറുന്നത് അതുപോലെ ഉണ്ടാവും തിരിച്ചും ഇങ്ങോട്ടും. അപ്പോൾ നേരെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, യാത്ര ചെയ്യാൻ പോവാണ് നേരെ ഛത്തീസ്ഗഡിലേക്കാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ പലവിധ കാഴ്ചകൾ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നേരെ പോവാട്ടോ. നമ്മുടെ ഇന്നത്തെ പ്രഭാതത്തെ അടിപൊളിയല്ലേ, ഇവരുടെ കൂടെ നല്ല രസമുണ്ട്. എല്ലാവരും വിളിക്കിരിക്കുക കേട്ടോ, കുറേ ഉണ്ട്. അതന്നെ എടുക്കില്ലേ, നമ്മളെന്ത് ചെയ്യാനാ. അയ്യവാ എന്താണ് വിഷ്വൽ ബ്യൂട്ടി. ചെറിയ മക്കളൊക്കെ കിടക്കണുണ്ട് അവിടെ, ഇങ്ങനെ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അടിപൊളി. അപ്പോൾ എടാ മുത്തേ എന്താ സ്ഥലല്ലേ, അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ എജ്ജാതി.
നമ്മൾ ഓരോ പോകുന്ന ഏരിയകളിലും അതിൻ്റെതായ ഒരു ബ്യൂട്ടിഫുൾ ഭംഗി അവിടെ വരുന്നുണ്ട് അല്ലേ. ഇതേ നമ്മൾ മെയിനായിട്ട് ഇപ്പൊ ഇന്ത്യയിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഇന്ത്യ ആണെങ്കിൽ ഇവിടെ കുറച്ചൊക്കെ തെലുങ്കും പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ബോർഡറാണ്. നമ്മൾ കാസർഗോഡൊക്കെ പറയുന്നത് പോലെ മലയാളവും കന്നഡയും കൂടി കൂടിച്ചേർന്ന കുറച്ച് വാക്കുകളുണ്ടല്ലോ. അതുപോലെ തന്നെയാണ്. നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ് കേട്ടോ. എന്താതി സൂര്യോദയം. നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയ വലിയൊരു അത്ഭുതം തന്നെ അല്ലേ. ഈ റോഡൊക്കെ നോക്കി അങ്ങനെ തെളിഞ്ഞ് നിൽക്കണ് സംഭവം. ഇതൊക്കെ ഒരു കാടാണ് കേട്ടോ. കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഭയങ്കരമായ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി അന്നൊക്കെ നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഒന്നും എന്ത് ചെയ്യാൻ കഴിയാതിരുന്നത്, അവിടെ നമുക്ക് നിർത്താൻ കഴിയാതെ ആൾട്ട് ചെയ്യാൻ കഴിയാതിരുന്നത്. നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ റോഡിൽ. പിന്നെ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിരുന്നു വീഡിയോയുടെ ലെങ്ത്ത് കുറച്ചുകൂടി കൂട്ടണം, കണ്ട് തുടങ്ങുമ്പോഴേക്ക് എന്നെ തീർന്നു പോകേണ്ടത് എന്നുള്ളത്. അപ്പം ഏതായാലും നമ്മുടെ യാത്രയിൽ ഇനി ഒരുവിധ കാഴ്ചകളെല്ലാം അല്ലേ നമുക്കിനി കാണിച്ചു കൊടുക്കണം. ഞങ്ങൾ കാണുന്ന കാഴ്ചകളിൽ ഒരുവിധമൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, പകർത്തി തരും. ഈ ഏരിയയിലൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഓരോരുത്തരുടെ കയ്യിലും പെട്രോളും ഡീസലും കുപ്പിയിലും ഇങ്ങനെ നിറച്ചിക്കുക. കാരണം ഈ ഏരിയ പെട്രോൾ പമ്പ് ഇല്ല. ഫുള്ള് വീട്ടിലാണ് കച്ചവടം. ഫുള്ള് വീട്ടിലെ കച്ചവടോ. കോയിനൊക്കെ കൗത്ത് വെച്ചൊക്കെ കൊല്ലണേ. പിന്നെ ഇവിടെ പെണ്ണന്വേഷണത്തിനൊക്കെ വരികയാണെങ്കിൽ ചെക്കൻ എന്താ പണി? ചെക്കൻ പെട്രോൾ ഡീലറാ, വലിയ ഡീലറാ. ഡെയിലി 100 ലിറ്റർ കച്ചവടമുള്ള ഡീലറാണ്. അല്ല ഞാൻ കാണുന്നുണ്ട് ചെക്കന്മാർക്ക് വൈകുന്നേരം കുപ്പി ഇങ്ങനെ പേർക്കുന്നത്. ഓരോരുത്തർ വരിക, അവിടേക്ക് 2-3 ലിറ്റർ കുപ്പിയിൽ വെള്ളം പെട്രോളും കൊണ്ടിട്ട് കൊണ്ടുപോയിക്കുക. സംഭവം നമ്മൾ ഛത്തീസ്ഗഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ഗ്രാമപ്രദേശങ്ങളിലെ ഇതൊക്കെ നല്ല അടിപൊളി വീട്. ഈ ഏരിയയിലുള്ള ഏറ്റവും വലിയ പൈസക്കാരനാണ് ഓരോന്ന്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊന്തണേ ഉള്ളൂ. സമയത്തിലായി 8 മണിയായോ? 7:33. 7 ആയിട്ടുള്ളൂ കേട്ടോ. റേഞ്ച് ഉണ്ട് അവിടെ. റേഞ്ച് ഉണ്ട്. 5Gയോ? NH63 കയറിട്ടോ. പോകുന്ന വഴിയിലൊക്കെ വെള്ളം ഇല്ലെങ്കിലും 5G ഉണ്ട്. 5G ഉണ്ട്. വെള്ളം ഇല്ലെങ്കിലും ഇല്ലേ, വെള്ളം കിട്ടിയില്ലെങ്കിലും നെറ്റ് കിട്ടും. ഏരിയ അടിപൊളി ഏരിയ ആണ് കേട്ടോ. എല്ലാ ഭാഗത്തും ചെക്കിങ് കാര്യമുണ്ട്. ഇന്നലെ രാത്രി നമുക്ക് ഒരു ചെക്കിങ് കൂടി അല്ലേ, ഒന്ന് ഒരു പേടിപ്പിച്ചു. ഭയങ്കര സ്ട്രോങ്ങിലൊക്കെ ആയിരുന്നു വന്നത്. നമ്മളെന്താക്കി ചിരിച്ചോണ്ട് ഡീൽ ചെയ്തു. 3 ആൾക്കാർ കൊണ്ട് തോക്കൊക്കെ പിടിച്ചും കൊണ്ട് വന്നേന്. സംഭവം ആരും എന്തോ ഒരു ഇൻഫർമേഷൻ പോയിക്കുന്നില്ലേ. അപ്പൊ അതിന് മുമ്പുള്ള ചെക്ക് പോസ്റ്റ് നിന്നാണോ അതുകൊണ്ടായിരിക്കും ചെക്ക് ചെയ്തോ. പക്ഷെ ഒരു നമ്മളെ വണ്ടി നോക്കാനായിട്ട് വന്നതുവാ. മുന്നിലെ വണ്ടി അതുകൊണ്ട് തന്നെ ബാക്കിൽ വന്ന വണ്ടികളൊക്കെ പോയിക്കോളാം പറഞ്ഞ് നമ്മളെ ചെക്കിങ് കഴിഞ്ഞ് അവർ പോവുകയും ചെയ്തു. 3 പേര് തോക്കൊക്കെ പിടിച്ച് നേരെ ഇങ്ങോട്ട് വന്നു. വണ്ടി ഞാൻ ഡിക്കി ഇറക്കാൻ പറഞ്ഞു. അയാൾ ഡിക്കി ഇറന്നു ചെറിയുള്ളിന്റെ കവർ കണ്ടില്ല ഇത് എന്താണ്. അതുപോലെ നല്ലോണം നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങള് ബാക്കിലെ സാധനങ്ങളൊക്കെ കണ്ട് അവർ ഞെട്ടിപ്പോയി. ഇതൊക്കെ ചെക്ക് ചെയ്യാൻ ഇന്ന് രാത്രി പുറേ പോയി കിടന്ന് ഉറങ്ങാനുണ്ടാവില്ല എന്ന് ഓൽക്കും തോന്നി. അതുകൊണ്ട് ബാൻ പെട്രോളിയർ. ഇനിയും ചെക്കിങ്ങുകൾ ഒരുപാട് വരാനുണ്ടാവും കേട്ടോ. പക്ഷെ നമ്മളെല്ലാം ചിരിച്ചുകൊണ്ട് തരണം ചെയ്യും. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ അല്ലേ. അപ്പോൾ വീഡിയോയിൽ പലരും പറയാറുണ്ട് നിങ്ങളെ സംസാരം വേണ്ട, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നല്ലേ. ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ സന്തോഷങ്ങൾ, ഞങ്ങളെ ഹാപ്പിനെസ്, ഞങ്ങൾ ഒരു ദിവസത്തെ ജീവിതം ഞങ്ങളെ എന്തൊക്കെ കാണുന്നുള്ളത് ഒരു വിധമൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലേ. ഞങ്ങൾ ഒരിക്കലും സ്ഥലങ്ങൾ തേടി പോകുന്നില്ല. ഞങ്ങൾ പോകുന്ന വഴികളിലെ സ്ഥലങ്ങൾ കഴിയുന്നത് ഇത് ഇപ്പൊക്കെ പോകുന്നത് 30 സ്പീഡിലാണ്. 30 സ്പീഡിലാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. കാരണം ഈ ഒരു കാലി റോഡിലൊക്കെ 30-ലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കും. നമുക്ക് 60-ലോ 100-ലോ 120-ലോ പോകാൻ അറിയായിട്ടല്ല ഞങ്ങൾ പോകുന്ന സ്പീഡ് ഉണ്ടോ. ഞങ്ങൾക്ക് പോകാൻ അറിയായിട്ടല്ല. ലിമിറ്റഡ് സ്പീഡ് 30-ആണ്. റൂൾസ് ഭയങ്കര കറക്റ്റായില്ലേ. കാരണം ഞങ്ങൾക്ക് വേഗം പോയിട്ട് കാര്യമില്ല. ഞങ്ങൾ പോണ സ്ഥലങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ രസങ്ങൾ അറിഞ്ഞ് വേണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അല്ലാതെ പെട്ടെന്നൊരടിക്ക് സ്പീഡിലായിട്ട് പോകണമെന്നില്ല. ബ്രെഡ് അവിടെ ഉണ്ടാകുമോ? ബ്രെഡ് ഉണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പ് തയ്ക്കില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ രാത്രിക്കത്തെ ചിക്കൻ കറി ഉണ്ട് കയ്യിൽ. അത് നമ്മൾ നല്ലോണം ചൂടാക്കി വറ്റിച്ച് വെച്ചതാണ്. ഞാനിപ്പോൾ ഇന്ന് നല്ലൊരു പാക്ക് ബ്രെഡും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഫുഡ് രാവിലെ കഴിക്കാം. പറഞ്ഞ് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കണമൊക്കെ കഴിക്കണം. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വീഡിയോ നമ്മൾ
ഫുഡ് ഉണ്ടാക്കണു. ഇനി ഫുഡ് കാണിക്കുന്നുണ്ടെങ്കിൽ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്ന വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കാണിക്കിട്ടോ, അല്ലാതെ നമ്മൾ കാണിക്കൂല. കാരണം ഇന്നത്തെ നമുക്ക് കാണിക്കാം, ഇന്നത് ഫുഡ് കഴിക്കുന്ന ഇന്നത്തെ കഴിക്കാം. വേറെ ഒന്നും കേട്ടോ നമ്മൾ കാണിച്ചില്ല വെച്ചിട്ട് നമ്മൾ ഫുഡ് വെക്കണ പരിപാടി നിർത്തിയെന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ സാധനങ്ങൾ വണ്ടി കൊള്ളുന്ന അനുസരിച്ച് നമ്മൾ വെച്ചിട്ടുള്ളൂ. അതിന് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചിലപ്പം തീരെ ഫുഡ് കിട്ടാത്ത ഏരിയകളായിരിക്കാം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്താണ്, ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. ഭക്ഷണം കിട്ടുന്ന ഏരിയയിലെത്തുമ്പോൾ ഇന്നലൊക്കെ നമുക്ക് ഹൈദരാബാദ് അതുകൊണ്ട് തന്നെ ആ ഏരിയയിലൊക്കെ എത്തിയ നല്ല ഫുഡ് കിട്ടിയിരുന്നു. ഹൈദരാബാദ് ബിരിയാണി, അതുപോലെ തന്നെ അവിടുത്തെ ചിക്കൻ ടിക്ക, ബീഫ് ടിക്ക, അതൊക്കെ നമ്മൾ കഴിക്കാതെ എക്സ്പ്ലോർ ചെയ്യാതെ പോന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നേക്ക് ഒരു സങ്കടമായിരിക്കും. ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈദരാബാദിലെ സ്ട്രീറ്റ് ഫുഡ് നിർബന്ധമായിട്ടും കഴിക്കണം, അത് വേറെ ലെവലാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ അങ്ങനെ നല്ല നല്ല ഏരിയകളിൽ നല്ല നല്ല ഫുഡുകൾ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നല്ല നല്ല ഫുഡുകൾ കഴിക്കും. അതുകൊണ്ട് ഇങ്ങനെ കാലി ഏരിയകളൊക്കെ എത്തുമല്ലോ, എന്തെങ്ങനെ അങ്ങനെ പീഡിയകളില്ലാത്ത ഏരിയകൾ മേലോട്ട് കയറി പോകാണല്ലോ. അപ്പോൾ മേലോട്ട് പോകുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഫുഡ് കിട്ടാൻ പ്രയാസമുള്ള സ്ഥലങ്ങളുണ്ടാവും. അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യും, നമുക്ക് വെച്ചുണ്ടാക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്നേരത്തേക്ക് ചിലപ്പോൾ വെള്ളമോ ഗ്യാസോ അല്ലെങ്കിൽ അരിയോ ഒന്നും ഇല്ലാണ്ടായി പോയാൽ നമ്മൾ പെടും. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ ഫ്രഷ് ആയിട്ടില്ല, ഇനിയിപ്പോൾ ഫ്രഷ് ആവാനുണ്ട് അല്ലേ. നല്ലൊരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് 10-50 ഒന്നും എനിക്ക് തോന്നുന്നില്ല, 50 നിൽക്കുന്നുള്ളു, നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. പക്ഷെ ഉള്ള ഏരിയകളൊക്കെ ഇതേ പക്ക അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. ജാതി സ്ഥലങ്ങളാണ്. അയ്യോ കിട്ടില്ല സ്ഥലം. വണ്ടി പോകില്ല. വണ്ടി പോകും. വണ്ടിക്കായത് മാത്രമേ ഉള്ളൂ അല്ലേ. ഒന്ന് തെന്നിയാ പോയി. ഒരു കുടിലും 2 സ്റ്റൂളൊക്കെ ഒന്ന് തെന്നിയാ പോയിട്ടോ. പോയമാരെ റേസ് വരേണ്ടി വരും. അതെ, റേസ് പിന്നെ നമുക്ക് പുത്തരിയല്ല. ആന അല്ല, ആനനെ പോലത്തെ പാറ. എത്ര നേരമായില്ല എങ്ങനെ തന്നെ റോഡ്. നമ്മളൊരു ബ്രെഡ് വാങ്ങാൻ വേണ്ടി കയറി കേട്ടോ. കുഞ്ഞൻ ബ്രെഡ്, പെട്രോളൊക്കെ ഉണ്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ പെട്രോൾ സ്റ്റേഷൻ. ഒക്കെ പെട്രോൾ കച്ചവടത്തിന് വെച്ചതാണ്. പിന്നെ ഈ ഏരിയയിലൊന്നും പെട്രോൾ കിട്ടാനില്ല. അപ്പോൾ ഇതന്നെ ലക്ഷ്യമുള്ളൂ. ബ്രെഡിന് വലുപ്പം നോക്കാം, നോക്കിയാ ചെറിയ ബ്രെഡില്ലേ, കുഞ്ഞൻ ബ്രെഡ്. ഇന്ന് പൊളിക്കും. അപ്പോൾ നേരെ നമ്മൾ പോവുകയാണ് കേട്ടോ. ഛത്തീസ്ഗഡ് എത്തിയില്ല. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ് കേട്ടോ നമ്മളെ വണ്ടി കണ്ടിട്ട്. വാ, എന്താ ഛത്തീസ്ഗഡിലെ കോഴിക്ക് വേറൊരു കോലം. ഇന്നലത്തെ ചിക്കൻ കറി ഇതേ ഇവിടെ റെഡി ആയി വെച്ചിരിക്കുക കേട്ടാ. ചിക്കൻ കറി കാണണ്ടേ, ഞങ്ങളെ ചിക്കൻ കറി. ഇതേ ചിക്കൻ കറി എങ്ങനെയുണ്ട്? അടിപൊളി ചിക്കൻ കറി അല്ലേ, പൊളപ്പനല്ലേ. ഇത് ഇനി എന്ത് ചെയ്യണം, നമ്മൾ ബ്രെഡും കൂട്ടി അടിക്കണം. പ്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ടേബിള് വളരെ ഉപകാരം കേട്ടോ. അപ്പോൾ ഡോറിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതാണ് സെറ്റപ്പ്. ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അത് നേരെ അതാക്കിയില്ലേ ഡോറ് ഇങ്ങ് പോരും. അതുകൊണ്ട് അതിങ്ങനെ തുറന്ന് വെക്കുക. ഇവിടെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഉണ്ട് ഒടുക്കി വെക്കുക. സെറ്റ്. ഇന്നലത്തെ ബാക്കി ബ്രെഡ് വേടാന്നൊന്നും ചോദിക്കരുത്. അതെ വരണം. ഇവിടുത്തെ എല്ലാ വണ്ടീൻ്റെ എയർ ഓണുകൾ ഇതാട്ടോ. ഇപ്പം കേൾപ്പിച്ചു തരാം. ഓൾക്ക് ഹോൺ അടിക്കാണ്ട് പോകാൻ കഴിയില്ല. ദമ്മിലിങ്ങനെ ഹോൺ അടിക്കണം. ഹോണാണോ ഏറ്റവും വലിയ മെയിൻ. അതാക്കട്ടെ. എന്നാൽ ബ്രെഡ് എടുക്കണോ? എവിടെ ഉള്ളതെന്ന് അറിയോ? കട പോകുന്നേ നേരെ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക. പീസൊന്നും വല്ലാണ്ട് നോക്കരുത് കേട്ടോ, കാണൂല. പീസ് വയ്ക്കാം. നമ്മളെ ചിക്കൻ കറിയാ രാവിലെ തന്നെ ചിക്കൻ കറിയും ബ്രെഡും. അവിടെ റെഡി ഒന്നുമില്ല, അങ്ങോട്ട് നോക്കി എടുക്കുക തന്നെ. ചിക്കനെക്കാട്ടും കൂടുതൽ ഉരുളക്കിഴങ്ങ് ആവുന്നില്ലേ? ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ടു. നമ്മളെല്ലാം ഉള്ളതും കൊണ്ടാണ് കറി ഇത്ര ദമ്മായി. ഫുള്ള് ഇതേ ഇതുപോലെയുള്ള കാടൻ ആയതുകൊണ്ടേ മൊത്തത്തിൽ ആർമിക്കാരല്ല ഉണ്ട് അല്ലേ. അപ്പം ഇതേ പോയണ്ടോ, ഇവരൊക്കെ ആർമിക്കാരല്ലേ. സെറ്റ് ഫുള്ള് ആർമിക്കാരാട്ടോ പോണ്. ഇത് മൊത്തം ആർമിക്കാരാ.
എല്ലാവരുടെ കയ്യിൽ തോക്കുണ്ട്. എല്ലാവരുടെ കയ്യിൽ തോക്കും, അതുപോലെ തന്നെ ഹെൽമെറ്റും. ഇവിടെ ഇപ്പൊ കാട്ടിനുള്ളിൽ അങ്ങോട്ട് വന്നേ, ഇവിടെ ഇപ്പൊ കാട്ടിനുള്ളിൽ അങ്ങോട്ട് വന്നു കഴിയാ. ടീം ഫുള്ളിട്ടോ. യാത്രയിലെ എഡിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞൊരു ടൈമുണ്ട്. ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ അതായത് ഏകദേശം 12 മണി മുതൽ 2 മണി വരെയാണ് നമ്മളൊരു എഡിറ്റിംഗ് ടൈം. എഡിറ്റ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്നൊരു ടൈമാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാറില്ല, ഇതുപോലൊരു ചാൻസ് കിട്ടാറില്ല. കാരണം പിന്നെ ചിലപ്പോൾ എത്തേണ്ടതുണ്ടാവും, നല്ല എക്സ്പ്ലോർ ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആ സമയം നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ഇതുപോലെ നല്ലൊരു തണലുള്ള ഏരിയ നോക്കിയിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ നിർത്തും. അങ്ങനെ എഡിറ്റ് ചെയ്യും. ഒരുത്തനോട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3 മണിയാ, എന്തായി എൻ്റെ എഡിറ്റിങ് കഴിഞ്ഞോ? എല്ലാവർക്കും പരാതി ആകെ 10 മിനിറ്റ് വീഡിയോ വരുന്നുള്ളൂ. നമുക്ക് ഒരു 1/2 മണിക്കൂർ ഇന്ന് കൂടുതലാണ്. അപ്പം ഇനി എന്ത് ചെയ്യണം, നമുക്ക് വെള്ളമല്ല കേട്ടോ, വെള്ളം അതായത് പാത്രം കഴുകുന്ന വെള്ളമൊക്കെ ഇവിടെ തീർന്നെടുക്കുകയാണ്. കുടിക്കാനുള്ള വെള്ളം അതിലുണ്ട്. അപ്പം അതൊന്ന് ഫില്ല് ചെയ്യണം. പോകുന്ന വഴിക്ക് കാറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. കാറ്റ് കുറച്ച് കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്, കാരണം അത്രയായാലും ഓടുന്നു. നാട്ടിൽ നിന്നിട്ട് ഞങ്ങൾ നിൽക്കുന്ന ഛത്തീസ്ഗഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2600 കിലോമീറ്റർ ആയിട്ടോ. ആ 2600 കിലോമീറ്ററിൽ ഇനിയിപ്പം നെക്സ്റ്റ് പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഛത്തീസ്ഗഡ് മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ആ കഴിഞ്ഞതിന് ശേഷം നേരെ ചെയ്യണം, നമുക്ക് ഒഡീഷയിലേക്കാണ് പോകാനുള്ളത്. ഒഡീഷ കഴിഞ്ഞ ശേഷം ബംഗാൾ, ബീഹാർ. അതിനിടയ്ക്കൊക്കെ ചിലപ്പം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ആ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ആഡ് ചെയ്യണം. അങ്ങനെ ചില സ്ഥലങ്ങൾ സ്കിപ്പ് ചെയ്യാനുണ്ടാവും, അത് ചില സ്ഥലങ്ങളിൽ സ്കിപ്പ് ചെയ്യണം. ഇതുവരെ ഞങ്ങൾ യാത്ര ചെയ്ത എല്ലാ റൂട്ടും ഓക്കെ ആയിരുന്നു. അതിൽ ആന്ധ്രാപ്രദേശ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ പക്ഷേ ആന്ധ്രാപ്രദേശിൽ കയറി പിന്നെ നേരെ എന്ത് ചെയ്തു, തെലങ്കാനയിലേക്ക് വന്നു. തെലങ്കാനയിൽ പിന്നെ ഇപ്പോൾ നേരെ പോകാൻ പോകുന്നത് ഉത്തർപ്രദേശിലേക്കാണ്. ടയറൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്, കാറ്റ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ 4000 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണം. അങ്ങനെ 2-3 പരിപാടിയും കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 2600 കിലോമീറ്റർ ആയി. ആ 2600 കിലോമീറ്റർ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു 1400 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് ടയർ മൊത്തം ചേഞ്ച് ചെയ്യണം. അതായത് ഫ്രണ്ടിലെ ടയറെല്ലാം എടുത്തിട്ട് ബാക്കിലെ ടയറിലേക്കും, ബാക്കിലെ ടയറൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിലെ ടയറിലേക്കും ഇടണം. അത് നല്ലതാണ്, നമ്മൾ പുതിയ ടയറും കാര്യമൊക്കെ ആയതുകൊണ്ട്. ഏതായാലും ഇനി അതൊക്കെയാണ് പരിപാടികൾ. ഇനി മുന്നോട്ട് പോവാണ്. ഇതൊരു ശാന്തമായൊരു ഏരിയ ആണ് കേട്ടോ, പ്ലെയിനായിട്ട് ഏരിയ ആണ്, കണ്ടില്ലേ. അപ്പോൾ അധികം വാഹനങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് ഏതെങ്കിലും വാഹനങ്ങൾ വന്നാലായി. ഇവിടെ മെയിനായിട്ട് ആർമിക്കാരാണ് കേട്ടോ. മെയിനായിട്ട് ആർമിൻ്റെ ഒരുപാട് പിന്നെ ഭാഗങ്ങളായിട്ടാണ് ഇവിടെ ഉള്ളത്. അവരിങ്ങനെ സ്ഥിരം ബൈക്കിൽ തോക്കൊക്കെ ആയിട്ട് നല്ല മിന്നിച്ച് വിടും. ഒരു 10-15 വണ്ടികളൊക്കെ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം കേട്ടോ. അത് തന്നെ അവരുടെ ലോറികളും കാര്യങ്ങളും അതിനെല്ലാം കൂടിയാണ്. ലോറി ഉണ്ടോ, നെല്ലിന്റെ ലോറി ഉണ്ടോ? ലോറി കണ്ടില്ല, നമ്മൾ ഛത്തീസ്ഗഡിലേക്ക് പോകുന്ന റൂട്ടിൽ മറിഞ്ഞതാണ്. അവിടെയുള്ള ചെക്കനാണ് കേട്ടോ ഡ്രൈവർ. ഫുള്ളായിട്ട് അരിയും കയറ്റി വന്ന ലോറിയായിരുന്നു. ഡ്രൈവർക്ക് കുഴപ്പമോ കാര്യങ്ങളൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. നല്ലൊരു വളവാണ്, ഭയങ്കര കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ് കേട്ടത്. പോകുന്ന റൂട്ടിൽ ഒരു ചന്ത ഉണ്ട്. ഇതെന്താ അവിടെ ചന്ത തന്നെ അല്ലേ? ഒരു സംഭവം ഓർമ്മയില്ല കേട്ടോ. കയറി നോക്കട്ടെ, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇവരുടെ ഓരോ തൊഴിലുകളായിരിക്കും കേട്ടോ. ഇതെന്താ സംഭവം? ഇതെന്താ സംഭവം മനസ്സിലായിണ്ടോ? ഇത് പുളി തന്നെ അല്ലേ? ചന്തകളുണ്ടോ? അത് ഫുള്ള് വലിയൊരു ഏരിയ കേട്ടോ, മൊത്തം ചന്തയാണ്. ഓക്കെ, ഉള്ളോട്ട് കയറി വെക്കാം നമുക്ക്. അയ്യോ, ഇപ്പോൾ സംഭവമാണല്ലോ. നല്ല നല്ല സാധനങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. ടോർച്ച്, ഇതിലൊക്കെ വീഡിയോ പിടിക്കാനുണ്ട്, നോക്കുക. വളയും മാലകളൊക്കെ കേട്ടോ. ഇത് ചെറിയ ചെറിയ ടോർച്ച്, ക്ലോക്ക്,
പൂവോ? പുളിയാണ് നമ്മൾ നാട്ടിലേക്ക് വാങ്ങണ എങ്ങനെ പുളികളൊക്കെ അതെ ഇതുപോലെ ആട്ടെ വരുന്നത്. വന്നതിന് ശേഷം ഒരു ജീറ്റോ കണ്ടു കേട്ടോ, ഇതേ കിടക്കുന്ന ജീറ്റോ. ചെരുപ്പിൻ്റെ തട്ടവും എനിക്കൊരു ചെരുപ്പ് വേണം. എന്താണ് ചെരുപ്പ്? എനിക്ക് ചെരുപ്പിൻ്റെ ആവശ്യമില്ലല്ലോ, ചെറിയ ചെരുപ്പാണ് വേണ്ടി. അപ്പോൾ ഫുള്ള് ചെരുപ്പിൻ്റെ ഏരിയ ആണല്ലോ. എത്ര സൈസ് എന്നറിയോ? 9 10. वो कितना है? कितना? 250 दे दो, देखो. और साइज कितना? 250 രൂപ. 9. ഓപ്പൺ ചെയ്തോ. 250 രൂപയാണ്. और लास्ट कितना? लास्ट कितना? ये 350 ओ लास्ट बॉल आपको देने का रेट बता रहा हूँ. 250 രൂപ ചെരുപ്പ്. कंपनी के विंटेक्स का बाबू लोग हेलो वीडियो कॉलिंग സ്ലിപ്പായി പോവാ, പെട്ടെന്ന് ഇടാൻ കഴിയോ? विंटेक्स का है लास्ट बॉल भाई ज्यादा आपको 200 दे दो. ऐसा शराबियों की ग्राहक नहीं जाता रास्ता में ഇതുണ്ടായില്ല, ये तो बात रास्ता छोड़ भाई 200 के दे दो. 200 दे दो भाईजान. ओ ब्लैक दे दो. ബ്ലാക്ക് क्या देना भैया നമ്മൾ കളർ ചേഞ്ച് ചെയ്തു, ഓറഞ്ചിൽ നിന്ന് മാറി ഈ കളറാക്കി. ഓക്കെ, कितना नंबर आता അങ്ങനെ നമ്മളും വാങ്ങിട്ടോ ഒരു ഷൂട്ട്. നേരെ ഉള്ളോട് കയറി വെക്കാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ടീഷർട്ട് വില വയ്ക്കണോ? ചോദിച്ചു നോക്കുക. ये सब 200 है नीचे 100 वो कितना है? 200 है. ₹200 കേട്ടോ ടീഷർട്ട്. ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി കുറവൊന്നുമില്ല. ഇതാ ടീഷർട്ട് വേണ്ട, ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. നോക്ക്, സാധനം അടിപൊളിയാണ്. ₹200. इसमें ब्लैक भी है ब्लैक कलर से ഓ, ഇതൊക്കെ 200. അല്ല, ഇതൊക്കെ 100, ഇതൊക്കെ 200. ചൂടെടുക്കുന്നോ? ഇത് നോക്കിയ സാധനം നമ്മളെ ഞാനുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയ സാധനം. ഇത് സാധനമല്ല കേട്ടോ, അടിപൊളിയാണ്. നല്ല സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വരുന്നു. എനിക്ക് പറ്റുമോ എന്നുള്ളതാണ്. ഇതല്ലേ, ഇതെനിക്ക് പറ്റുമോ? ഓ സൈസ് റെഡിയാ? बड़ा साइज है ये നെട്ടോ കേട്ടോ അതുകൂടി. लॉन्ग वाला है ना ये बड़ा साइज है मैंने इसलिए टाइट നിങ്ങൾ ടൈറ്റ് തോന്നുന്നുണ്ടോ? ആയിരിക്കില്ലേ, റെഡി ആവുന്നില്ലേ? മാർക്കറ്റിലായിരുന്നു. ഇത് 1.5 മാർക്കറ്റാട്ടോ, ചെറിയ മാർക്കറ്റ് ഒന്നുമല്ല. ഇവിടുത്തെ മാർക്കറ്റ് പറഞ്ഞാൽ ഇതില്ല. ഇതേ നമ്മളെ ഷോള്. ഈ ഷാളല്ലേ ആ ഷാള്? ഷാളാണോ? ഇതല്ല, ഇതാ ഷാളല്ല. എന്താ മാർക്കറ്റ്, കിഡില്ല മാർക്കറ്റ്. എല്ലാ സാധനം ഈ ലോക്കാക്കിനല്ലടാ വണ്ടി തോന്നോ? आपका नाम क्या है? വേം ദോഡ. എല്ലാ ശനിയാഴ്ചകളിലുമാണ് കേട്ടോ ഇവിടെ ഷോപ്പുകൾ ഉണ്ടാവുക. ഓ ഇധർ ഭയ്യ ഇധർ ഭയ്യ हिंदी भैया ഹിന്ദി ഭയ്യ देसी भैया ദേശി ഭയ്യ. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുക. ആ പരിപാടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉഷാർ തന്നെയാണ്. ഡ്രസ്സ് കാര്യങ്ങൾ, ടീഷർട്ട് കാര്യങ്ങളൊക്കെ അതെ ഇവിടെ ഉണ്ട്. ഹായ്, നല്ല ലേഡീസ് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ. नाम क्या है बोलिए? सुजन. अरे इधर से उत्तर प्रदेश, उड़ीसा, കേരള से. ഇത് വലിയൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ. സംഭവം ചെറിയ രീതിക്കാണെങ്കിലും നല്ലോണം ആൾക്കാർ വരുന്നുണ്ട് അല്ലേ. നല്ല ഇത് നോക്കിയാൽ കണ്ടെത്താ ദൂരം വരെ അത്താല വരെ മാർക്കറ്റാണ്.
ഈ പച്ചക്കറി മാർക്കറ്റ്, അതുപോലെ തന്നെ സോപ്പുകൾ, പിന്നെ പലചരക്ക് സാധനങ്ങൾ, അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി കിട്ടുന്ന ഒരു മാർക്കറ്റ് കേട്ടോ. കിട്ടില്ല മാർക്കറ്റ് ഒക്കെ ചീപ്പ് വിലക്കാണ്. 200 രൂപക്കൊക്കെ ചെരുപ്പ്, 50 രൂപക്കൊക്കെ ചെരുപ്പുകളാണ് ഇവിടെ കേട്ടോ. എൻ്റെ പൊന്നെ, എല്ലാ ശനിയാഴ്ചകളിലുമാണ് ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞു. നമ്മൾ ഇനി ഓവർ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല, നേരെ പോവല്ലേ. കിടിലം മാർക്കറ്റില്ലേ, ഉറപ്പ മാർക്കറ്റ്. സന്തോഷം ഇപ്പോൾ പോകണമെങ്കിൽ ഇങ്ങനെ വെള്ളം കുടിക്കില്ലാന്നാ. തന്റെ മുകളിൽ ഒരാൾ കാലി വെച്ചപ്പോൾ തന്നെ ഇവിടുന്ന് ഇങ്ങനത്തെ പൊരിയും കാര്യങ്ങളൊന്നും വേണ്ടെന്നാ പറയുന്നത്. അപ്പോൾ പട്ടിണി കഴിക്കലെന്ന് അങ്ങനെന്തോ വണ്ടിയുണ്ടോ? ഇന്ത്യൻ നയാഗ്ര എന്നാണ് ചിത്രകൂട് അറിയപ്പെടുന്നത്. പാൽ പോലെ പതഞ്ഞൊഴുകുന്ന ആ ജലയാത്ര കാണുന്ന കണ്ണുകൾക്ക് ഉത്സവ പ്രതീതി തന്നെയാണ് സമ്മാനിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ബസ്തർ ജില്ലയിലെ ജഗദൽപൂരിലാണ് ചിത്രകൂട വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഛത്തീസ്ഗഡിൽ വന്നിട്ട് ജഗദൽപൂരുള്ള ഈ ഒരു വാട്ടർഫാൾസിൽ വന്നിട്ടില്ല എന്നാണെങ്കിൽ അതൊരു തീരാ നഷ്ടമായിരിക്കും. കാരണം എന്താണെന്ന് അറിയണ്ടേ, ഞാൻ വിഷ്വൽ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം ഉണ്ട് ഇവിടുത്തെ കാഴ്ച എന്നുള്ളത്. അത്രമേൽ സുന്ദരമാക്കപ്പെട്ട വാട്ടർഫാൾസ് എന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ നയാഗ്ര വാട്ടർഫാൾസ് പേരറിയപ്പെടുന്ന ചിത്രകൂട് വാട്ടർഫാൾസാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിമനോഹരമായ ഈ ഒരു വാട്ടർഫാൾസ് കണ്ട് ഒറ്റ ഇരിപ്പിന് ഒരുപാട് സമയമായി ഇതേ ഇരുത്തിയിരിക്കുന്നു കേട്ടോ. ഈ ഒരു കാഴ്ച നിങ്ങളിൽ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പ് വരും, എന്നെങ്കിലും ഒരു ദിവസം ഈ ഒരു ഛത്തീസ്ഗഡിലുള്ള വാട്ടർഫാൾസിലേക്ക് വരണമെന്നുള്ളത്. വേനൽക്കാലം ആയതുകൊണ്ടാണ് ഓവർ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. മൊത്തത്തിലായിട്ട് ഞാൻ മഴക്കാലത്തുള്ളൊരു വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു കിണ്ണം കാച്ചിയ സ്ഥലം, എജാതി വൈബാന്നറിയത്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, താഴത്തൂടെ തോണിയിലൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്. അതിനുള്ള എല്ലാ ഫെസിലിറ്റികളും അവിടെ ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിടിലൻ കാഴ്ചയായിരിക്കും താഴത്തു നിന്നൊക്കെ. ഇപ്പം വെള്ളം വളരെ കുറവാണ്. അപ്പം ഇവിടെ നിന്നൊക്കെ ഈ ഒരു കാഴ്ച, അതും ടിക്കറ്റ് ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറും ഒരു വാഹനം വരികയാണെങ്കിൽ ആ വാഹനത്തിന് 20 രൂപ മാത്രമേ ചാർജ് വരുന്നുള്ളൂ അല്ലേ? 20 രൂപ ചാർജ് വരുന്നുള്ളൂ. വേറെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടേക്കില്ല. എജാതി അല്ലേ? ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് വന്നതിന് ഒരു കാര്യം ഉണ്ടാവില്ല. അതിലൊക്കെ നിറഞ്ഞു ഒഴുകിയിട്ട് ഇതിൽ കൂടി ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചാടുന്നത് റൗണ്ടിൽ കണ്ടില്ലേ, ഇതിൽ കൂടിയൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ചാടുന്നൊരു കിടിലൻ കാഴ്ചയായിരിക്കും. മഴക്കാലത്തുള്ളൊരു വിഷയം കൂടി ഇതിൽ കാണിച്ചു തരാം. ഞങ്ങൾ വരുന്ന സമയത്ത് ഇതുപോലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. ഇന്ത്യയുടെ നയാഗ്ര വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് അല്ലേ. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലേക്ക് വരുന്നവരോ ആണെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും വരേണ്ട സ്ഥലമാണ്. അത് മഴക്കാലത്ത് വരുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ ഒരു വാട്ടർഫാൾസിലേക്ക് കയറുന്ന എൻട്രൻസ് തന്നെ ഇവിടെ ഒരു വലിയൊരു ശിവലിംഗം വരുന്നുണ്ട് കേട്ടോ. അതിമനോഹരമാക്കപ്പെട്ട ഒരു ശിവലിംഗം. എജാതി വലുപ്പമെന്നറിയോ. ഇതൊക്കെ മരത്തോണ്ട് ഉണ്ടാക്കിയതാണോ? ഒരുപാട് കൈകൾ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. വീടുകളൊക്കെ ഉണ്ടോ, അതിമനോഹരമായ വീടല്ലേ. ഇത് ഡിസൈൻ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇവിടെയുള്ള ഒട്ടുമിക്ക വീടുകളും നിർമ്മിക്കുന്നത് ഇതുപോലെയാണ്. ഇതുപോലെയുള്ള പാളികൾ വെച്ചിട്ട്, കല്ലിൻ്റെ അല്ലെങ്കിൽ കടുപ്പയുടെ പാളികൾ വെച്ചിട്ട് ഇങ്ങനെ അട്ടിയായി വെച്ചിട്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇവിടെ ഒട്ടുമിക്കതും. അങ്ങോട്ടൊക്കെ നോക്കിയാൽ അറിയാം, ഇവിടെ കെട്ടിയിരിക്കുന്ന മതിലുകൾ കണ്ടോ, മതിലുകൾ വരെ ഇതുപോലെയുള്ള കടുപ്പയുടെ കല്ലുകൾ വെച്ചിട്ട് ഈ പീസുകൾ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം എത്രത്തോളം വിടുത്തിലാണ് ഉള്ളതെന്ന് നോക്കിയാട്ടെ. അത്രയും വീതിയിൽ, നമ്മൾ കല്ലിനെക്കാട്ടിലും വീതിയിൽ, കല്ല് എത്രത്തോളം വീതിയിൽ വെക്കുന്നോ അതുപോലെയാണ് ഇവിടെ വീതിയിൽ വെച്ചിട്ടുള്ളത്. അതിമനോഹരമാക്കപ്പെട്ട ഈ ഒരു എങ്ങനെയാണ് ഇതിനൊക്കെ വെച്ച് പറയാമെന്നാണ് ഇവിടെ. എന്തൊരു തണുപ്പായിരിക്കും എന്നറിയോ. പുറത്ത്
എത്ര ചൂടുണ്ടെങ്കിലും ദേ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര കുളിർമയായിരിക്കും കേട്ടോ. എന്താ അല്ലേ, ഇതുപോലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പുറത്ത് വാളിൽ നമ്മൾ ചെയ്യുന്ന ഡിസൈനുകളൊക്കെ അല്ലേ കാണാറുള്ളൂ. ഇത് ദേ ഡിസൈനുകളൊന്നുമല്ല, ദേ ഇതുപോലുള്ള കടുപ്പ കല്ലുകൾ വെച്ചിട്ട് നിർമ്മിച്ചുണ്ടാക്കുന്ന കേട്ടോ. എന്തൊരു ഭംഗിയല്ലേ. ദേ അവിടെയുള്ള വീടുകളൊക്കെ അതുപോലെ തന്നെ നിർമ്മിക്കുന്നതാണ്. ഒരുപാട് വീടുകൾ ഈ ഏരിയയിലുള്ള എല്ലാ വീടുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള പിന്നെ കെട്ടുകളും മതിലുകളും എല്ലാം നിർമ്മിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുറവുണ്ടോ ഇല്ല എന്നുള്ളത് തോടാ കമ്മിയാ. ഓ 40-35. വാ വാ ഏയ് ഏയ് എത്തി 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 ഏയ് റെഡി റെഡി അടിങ്ങടാ അടിങ്ങടാ വാ ഏയ് അവ കുപ്പിയിൽ നിറയ്ക്കാം. ഇതടിച്ചത് ഫുള്ള ഇയാള് നമ്മളിതേ ചെറിയ കൽക്കുകളാണ് നമ്മൾ പാത്രം കഴുകാനൊക്കെ അല്ലേ. ആ മതി. വെള്ളത്തിന് കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ. നല്ല വളരെ പരിതാപകരാ. നമ്മളെ ഫാന് കത്തിപ്പോയി അടിച്ചു പോച്ച്. ഇപ്പോൾ ഇതേ പുതിയൊരു ഫാന് വാങ്ങിട്ടോ. കറണ്ട് കുത്തി ഉപയോഗിക്കുന്ന ഫാനാണ്, ചാർജബിൾ ആണ്. അതുകൊണ്ട് എന്താക്കാം, നമ്മളത് ഇവിടെ ചാർജ് ചെയ്തിടും, എന്നിട്ട് രാത്രി ഉപയോഗിക്കും. അങ്ങനെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഇപ്പം നേരെ ബാർബർ ഷോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ. നേരെ മുടിയും താടിയൊക്കെ ഒന്ന് പോയിട്ട് ലെവൽ ചെയ്യട്ടെ. അങ്ങനെ ചെയ്യും. ഒന്നൊന്ന് മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റാവണം. അതുകൊണ്ട് നേരെ നമ്മളെ ചിത്രക്കോട്ടി എന്ന് പറഞ്ഞ വാട്ടർഫാൾസിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ബാർബർ ഷോപ്പ് കയറിയിട്ട് ഇന്ന് ഇവിടെ തന്നെയാണ് നമ്മൾ ആൾട്ടാക്കുന്ന സ്റ്റേഷനിൽ. നല്ലൊരു സിറ്റി അല്ലേ, നല്ല ക്ലീൻ സിറ്റിയാണ്. നമ്മൾ ഫാൻ അടിച്ചു പോയി, ഫാനും പുതിയ പോയി വാങ്ങി. ബായ് ബാക്ക് കണ്ണാടി വന്നിട്ട് ബായ് ബാക്ക് എന്ത് നോക്കാം. ഇത്ര പേരാ നമ്മളെ കട്ടിങ് തുടങ്ങുകയാണ്. ഓക്കെ റെഡി. ഓക്കെ നാം അനിൽ ഠാക്കൂർ. അയ്യവാ ആ മാത്രല്ല സുന്ദരനതാ മുടി വെട്ടതാ. മുടി വെട്ടിയാലേ ഈ സുന്ദരനെ കേട്ടോ. രണ്ട് സൈഡായിട്ട് എടുത്താള് എന്ത് മൊഞ്ചുണ്ടാവുന്ന അറിയോ. കെട്ടിയടാ